മുസ്ലിം സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. ഇപ്പൊ ഒരു വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരാളിങ്ങനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഒരിക്കലും പറയില്ലല്ലോ. ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ സത്യമല്ലാത്ത കാര്യം ഒരിക്കലും പറയില്ല. അങ്ങനത്തെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിന് പിന്നെ വേറെ പേരായിരിക്കും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകണം. പിന്നെ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ നുണ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു നുണ പറഞ്ഞ നിങ്ങളെ അപ്പൊ എന്ത് പേരിട്ട് വിളിക്കണം? അപ്പൊ ഇവിടെ ഷാജി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പൊ കള്ളം പറഞ്ഞ ഒരാളുമായിട്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ വന്നിട്ട് വെറുതെ പറയണമെങ്കിൽ അവരെ വേറൊരു പേരിൽ വിളിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇവരെ നമ്മളപ്പോ എന്ത് പേരിൽ വിളിക്കണം? അതായത് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിനകത്ത് ഒരു 6 ദിവസങ്ങൾക്ക് മുന്നേ വന്നൊരു ഇന്റർവ്യൂ ആണിത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വിഷയമൊക്കെ നടക്കുന്ന ടൈമിൽ ഇവരുടെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞിട്ടില്ല. അപ്പൊ ആ പൊളിയണതിന് മുന്നേ ഇവർ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഈ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ ഒരു ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് ഷാജി എന്നുള്ള വിഷയം ഇപ്പൊ 50 ലക്ഷം രൂപ വരെയൊക്കെ ഏകദേശം നഷ്ടപരിഹാരം കൊടുക്കേണ്ട വരും എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥേനകത്ത് വരെ ഷാജിദ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥേനകത്ത് എത്തുന്നതിന് തൊട്ട് മുന്നേ ഷാജിദ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ ഇന്റർവ്യൂവിനകത്തുള്ളത്. അപ്പൊ ഷാജിനെ പറ്റി ഞാൻ ഇനി എടുത്ത് ഓരോ പ്രാവശ്യം പറയുന്നില്ല, അവരെ പറ്റി അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ നമുക്ക് ആ നേരെ വീഡിയോനകത്തേക്ക് പോവാം. എനിക്ക് വന്നാല് നമ്മളുടെ ഇപ്പൊ സമൂഹത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള മോശം പേരാണ്. അപ്പൊ എനിക്ക് ആ ഒരു മോശം പേരിന് എനിക്കൊരു സപ്പോർട്ടിന് ഒരാളെ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവനാവുമ്പോ കുറച്ച് ബെറ്റർ ആവും എന്നുള്ളൊരു ഇതിന് തെരഞ്ഞെടുത്തു. മനസ്സിലായല്ലോ ആരെ പറ്റിയാ പറഞ്ഞത്? അതായത് ഇവരൊരു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് ഇരിക്കണത്. അപ്പൊ ആ ഒരു പയ്യനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഇവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതായത് ഇപ്പൊ ഒരു വിധവ എന്നുള്ള ഒരു ഇതിനകത്ത് ഇപ്പൊ സമൂഹം എല്ലാവരും നോക്കി കാണുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ അതിനകത്തൊക്കെ പല രീതിക്ക് മാറ്റം വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു രീതി ഉണ്ട്. ഇപ്പൊ വിധവ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു പ്രത്യേക രീതിക്കാണ് ആൾക്കാർ നോക്കി കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് ഒരാളും കൂടെ വേണമെന്ന് തോന്നുന്നതിനകത്ത് യാതൊരു തെറ്റും എനിക്ക് അതിനകത്ത് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ചെയ്തത് എന്താണ്? നിങ്ങൾ അങ്ങനെ ഒരുത്തനെ നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആരും ഇവിടെ യാതൊരു തെറ്റും പറയില്ല. പക്ഷെ നിങ്ങൾ ഇത് ആരാണ്ടിനോടും വൈരാഗ്യം തീർക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന പോലെ നിങ്ങൾ അത് വന്ന് സോഷ്യൽ മീഡിയനകത്ത് പറഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് കണ്ടവരൊക്കെ വെറുപ്പിച്ച്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ തന്നെ നിങ്ങൾ വെറുപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെയും വെറുപ്പിച്ച്, അതായത് ഈ കെട്ടാൻ പോയ അവനെയും വെറുപ്പിച്ച്, കെട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരോടും അത് പറഞ്ഞത്. അത് ഒരു കള്ളം. എന്നാൽ ശരിക്കും കെട്ടാൻ പോയിട്ടുണ്ടായി ഒരുത്തനെ. എന്നിട്ട് അവനെ വെറുപ്പിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ്റെ കൂടെ കറങ്ങി നടന്നിട്ട് അവന്റെ കൂടെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ മറ്റവൻ അറിഞ്ഞപ്പോഴത്തേക്കും മറ്റവനെയും വെറുപ്പിച്ച് എന്നിട്ട് ലാസ്റ്റ് അവൻ ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ വരെയൊക്കെ ഉണ്ടായി. അപ്പൊ ബാക്കിയാണ്. ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരെ അക്കൗണ്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പാതി പുള്ളിക്ക് കൂടെ വേണോന്ന് പറഞ്ഞാൽ ഇത്ത കൊടുക്കൂ? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കൊടുക്കും. അതെല്ലാം തട്ടിയെടുത്തോണ്ട് പോയാൽ അങ്ങനെ അവനിക്ക് ഇപ്പോഴും ഞാൻ കൊടുക്കലുണ്ട്. ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട്. നാട്ടിൽ വന്നിട്ട് അവന് കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ, എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ അവൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നപ്പോ ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ അയച്ചു കൊടുക്കും. അത്രയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു കൊടുക്കും. ചോദിക്കുന്ന അയച്ചു കൊടുക്കും. അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കണക്കില്ലാതെ? ഉണ്ട്, അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷാജിദ ഈ പറഞ്ഞതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഈ ആ ഒരു പയ്യന്റെ വോയിസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ആ പുള്ളി പറയുന്നുണ്ടായി, അതായത് ഷാജിദ അവന്റെ കയ്യിൽ നിന്ന് ഏറെക്കുറെ 40,000 രൂപയുടെ അടുത്തോളം മേടിച്ചിട്ട് പോയിട്ട് എന്നിട്ടാണ് ഈ പറഞ്ഞ പണിയൊക്കെ കാണിച്ചതെന്നുള്ള രീതിക്കാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഈ ഷാജിദ പറയണതെന്ന് പറഞ്ഞാൽ മേടിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിക്കാണ് ഷാജിദ പറയുന്നത്. ഷാജിദ പിന്നെ ഇപ്പൊ പറഞ്ഞതായിരിക്കൂല പിന്നെ പറയണത്. ഷാജിദ ഇപ്പൊ വന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ചിലപ്പോൾ അടുത്തൊരു ഇതിനകത്ത് പറയും ഞാൻ ഇതൊക്കെ ചുമ്മാ പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണെന്നൊക്കെ വേണമെങ്കിൽ ഷാജിദ വേണമെങ്കിൽ വന്നിട്ട് പറയും. അതുകൊണ്ട് ഷാജിദ പറയണതിൽ എനിക്ക് യാതൊരു വിശ്വാസ്യതയും ഈ ഒരു സംഭവത്തിനകത്ത് തോന്നുന്നില്ല. മാരേജ് കഴിച്ചാൽ എന്റെ കൂടെ ഉണ്ടാവും. മാരേജ് ഇപ്പൊ അവനിക്ക് അവന്റെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടിയിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. അതൊരു അവിഹിതാവില്ലേ? അവിഹിതം പറഞ്ഞ എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയല്ല. ഞങ്ങളുടെ മുസ്ലിം സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ഇല്ലേ 2 ആളിനെ പോറ്റി 2 ആളിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ മൂത്ത ദിവസം അവളെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കണം. പക്ഷെ ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ? അതെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അവൻ കല്യാണം കഴിക്കില്ല എന്നാണ് എനിക്ക് 100% ഉറപ്പ്.
26 വയസ്സേ ഉള്ളൂ. ഒരു 26 വയസ്സുള്ള ഒരാൾക്ക് പക്വത വരാൻ സമയമായിട്ടില്ല. അത്രയുള്ള ഒരാൾക്ക് പക്വത വരണമെങ്കിൽ മിനിമം ഒരു 32 വയസ്സെങ്കിലും എടുക്കും. ഒരാളിന്റെ പക്വത വരുന്ന പ്രായം മിനിമം 32 വയസ്സാണ്. അവൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ല മെയിന്. ഓക്കെ, അപ്പൊ ഷാജിദ ഷാജി എന്തൊക്കെയാണ് ഈ വന്ന് വിളിച്ച് പറയണത്? അതായത് ഇപ്പൊ അവൻ വേറെ കല്യാണം കഴിച്ച, അതായത് ഷാജിദേനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത് കെട്ടാൻ വന്നവന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവൻ വന്നിട്ട് ഷാജിദേനെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടും അവന് പ്രായം കുറവാണല്ലോ, അപ്പൊ അവന് വേറെ കെട്ടിയാലും ഷാജിദയ്ക്ക് കുഴപ്പമില്ല എന്ന്. അതായത് ഏറെക്കുറെ നമ്മുടെ ബഷീർ ബാഷിയിലെ എനിക്ക് പറയും, ബഷീർ ബാഷിന്റെ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു സ്ട്രക്ചറിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായമായിരിക്കാം, അതൊന്നും എന്റെ ബാധിക്കുന്ന കാര്യമല്ല. കാര്യം എനിക്കത് കണ്ടിട്ട് എനിക്കതൊട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാര്യം നമ്മൾ ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നിയെന്ന ആ ഒരു ഇഷ്ടത്തിന് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ അയാൾ കൂടാണ്ട് അടുത്ത ആളെയും കൂടെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. കാര്യം അത് എന്തൊരു ഇതാണ് അതിനകത്തുള്ളത്. കാര്യം പിന്നെ എന്ത് സ്നേഹം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? വേറൊരാളോടും നിങ്ങൾക്ക് അതേ സ്നേഹം ഉണ്ടെന്ന് രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിക്കും എന്നൊക്കെ പറയുന്നത് ഒരു പൊട്ടത്തരമായിട്ടാണ് എനിക്ക് അതൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പൊ അതിനൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വെച്ചിട്ടിരിക്കുന്നതാണ് ഇവിടെ ഷാജിദ. എന്നിട്ട് ഷാജിദ പറയുന്നതാണ് അവൻ വേറെ കല്യാണം കഴിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക്. ഇതൂടെ പോയാൽ വീണ്ടും ഒരു കല്യാണം കഴിക്കുമെന്ന് വീണ്ടും ആലോചിക്കുമോ? അതായത് അപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ, മാനസികാവസ്ഥ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും ആളില്ല, എനിക്ക് വീണ്ടും സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നു. അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണോ അതുപോലെ ഇരിക്കും, അതേപോലെ ഇരിക്കും. പുള്ളി പോകത്തില്ല എന്ന് 100% ഉറപ്പാണ്. അവൻ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് പറയുന്നത്, നമ്മൾ 100% ഒന്നിനെയും വിശ്വസിക്കാൻ പാടില്ല. ഇപ്പൊ ഷാജിദയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ പുള്ളിക്കാരി വന്നിട്ട് ഇപ്പൊ ഈ ഇന്റർവ്യൂവിനകത്ത് ഇരുന്ന് ചിരിച്ചു കളിച്ചിരിക്കുന്ന ആളല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടായിട്ട് ഈ സപ്പോർട്ട് ചെയ്തവരെ തന്നെ തേറിയും പറഞ്ഞിട്ട് പുള്ളിക്കാരി വരും. തെറി പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് കുറ്റം പറഞ്ഞിട്ട് പുള്ളിക്കാരി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷാജിദ പറയുന്നതിനകത്ത് എനിക്ക് ഒരു ഇതും തോന്നുന്നില്ല. അതായത് ഇവർ പറയുന്നത് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന ഓരോ കാര്യത്തിനകത്താണെങ്കിലും എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആങ്കർ കൊള്ളാട്ടെ, ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു 4-5 മാസം ഞാൻ വയ്യാണ്ട് കിടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളുടെ ഇടയിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാന്നറിയില്ല, ഒരു സിഹിർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു മാരണം ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് പറഞ്ഞ ഒരാളിനെ വേറൊരു രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സിഹിർ അതിനെ കുറിച്ച് എന്താണെന്ന് അറിയില്ല എനിക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഈ ജോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് പണി കൊടുക്കുക, ജോത്സ്യന്മാരടുത്ത് പോയിട്ട് പണി കൊടുക്കുക. കാരണം ഞാൻ യൂട്യൂബിൽ കുറച്ച് റീച്ച് ആയപ്പോ എനിക്കിട്ട് പണി തന്നിട്ടുണ്ടായിരുന്നു. അതെന്റെ ഇക്കാന്റെ കൂടപത്രം. അപ്പൊ അതെന്റെ ഇക്കാന്റെ വീട്ടുകാരും പിന്നെ എന്റെ കുറച്ച് വീട്ടുകാരത്തെ ആൾക്കാരും കൂടിയിട്ട് ചെയ്തിരിക്കണെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു പണി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഷാജിദയുടെ ഉയർച്ചയിൽ എത്ര പേർക്കാണ് അസൂയുള്ളത് നോക്കണേ. ഷാജിദയുടെ കുടുംബക്കാര്, ഷാജിദയുടെ മറ്റേ കെട്ടിയോന്റെ കുടുംബക്കാര്, മുൻ കെട്ടിയോന്റെ കുടുംബക്കാര് എല്ലാവരും ചെന്ന് ഷാജിദക്കെതിരെ കൂടുപാത്രം കൊടുത്തേക്കാണ്. ഗൈസ്, നിങ്ങളത് ആലോചിച്ച് നോക്കണം. കൂടുപാത്രം. അപ്പൊ ഈ വക സാധനത്തിനകത്തൊക്കെ എനിക്ക് ദൈവവിശ്വാസം എന്ന് പറയുന്ന പരിപാടിയോട് എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ കൂടുപാത്രം ആ വക സാധനത്തിനോടൊന്നും എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ സ്വസ്ഥം സമാധാനം. ഇപ്പൊ ഷാജിദയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ ഷാജിദ വിശ്വാസി ആയതുകൊണ്ട് തന്നെ ഇതേപോലുള്ള കൂടുപാത്രം കൊടുത്തു പറയുമ്പോൾ തന്നെ ടെൻഷൻ ആയിരിക്കും. അയ്യോ, കൂടുപാത്രം കൊടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് വല്ലതും പറ്റുമോ, എന്റെ കുടുംബത്തിന് വല്ലതും പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ആയിരിക്കും. അതാണ് ഈ ദൈവവിശ്വാസം ഇതേപോലുള്ള പല കാര്യത്തിലും പണി കിട്ടാൻ നല്ല ഒരു ഇതുണ്ട്. സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ കൈ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൈ കട്ട് ചെയ്യാനൊക്കെ കാരണം എനിക്ക് മരിക്കണം എന്നുള്ളൊരു ചിന്ത വരുമായിരുന്നു. ഇതെല്ലാരും കാണണം. സൂയിസൈഡിന് വരെ ശ്രമിച്ചിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിക്കുള്ള സംഭവം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും, അതായത് നിങ്ങൾക്ക് ഒരു മനക്കെട്ടി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അത്രയും ഫീൽ ആവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആത്മഹത്യ പ്രവണതയൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം എന്ന് നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്? സോഷ്യൽ മീഡിയ ഒരിക്കലും അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇവിടെ പല രീതിക്കുള്ള ആൾക്കാരാണുള്ളത്. ഇപ്പൊ ഞാൻ തന്നെ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയിൽ എന്തൊക്കെയായിരിക്കും വരാന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റൂല. അതായത് അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ ഷാജിദ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് കിട്ടുന്ന ആളാണ്. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ നല്ല രീതിക്ക് ക്രിറ്റിസിസവും കാര്യങ്ങളും നെഗറ്റീവും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി വരുമെങ്കിൽ നിങ്ങൾ എന്തിനു ഈ പണിക്ക് നിൽക്കുന്നു എന്നാണ് എനിക്ക് ഇവരോട് ചോദിക്കേണ്ടിയില്ല. അല്ലാണ്ട് നിങ്ങളെല്ലാം കാണിച്ചു കൂട്ടും, എല്ലാം കാണിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് അത് കാണുന്നവർക്കൊന്നും മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഇങ്ങനത്തെ പ്രവണതയൊക്കെ ഉണ്ടെന്നുള്ള രീതിക്ക് എനിക്ക് അതിനകത്തൊരു എന്ത് ലോജിക്കുള്ള മനസ്സിലായി.
ഈ ഒരു ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുറച്ച് അഹങ്കാരിയായേ എന്നൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ എന്താ തോന്നുന്നത്? ഇങ്ങനെ തോന്നുന്നു കേട്ടോ, എന്റെ ഒരു കല്യാണം കഴിച്ചതാണോ ഇവർ ഇത്ര നെഗറ്റീവ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയായി മാറിയത് രണ്ടാമത് കല്യാണം കഴിച്ചോണ്ട്. കല്യാണത്തിന്റെ കാര്യം റിവീൽ ചെയ്യണതിന് മുന്നേ എനിക്ക് അഹങ്കാരം എന്നുള്ള പട്ടം തന്നിട്ടുണ്ട് ഇവര്. ആണോ? അത് പൊതുവേ നമ്മള് ഡ്രസ്സിങ്ങിൽ ചേഞ്ച് ആയി, പിന്നെ നമ്മൾ ഓരോ ടൂർ പോണ കാര്യങ്ങൾ ഇങ്ങനെ കിട്ടപ്പോ തന്നെ ആൾക്കാർക്ക് കുറച്ച് നെഗറ്റീവ്, ഇവൾക്ക് അഹങ്കാരം കൂടി, ഇവൾക്ക് കാശ് കൂടി, പണം വരാൻ തുടങ്ങി, അപ്പൊ ഇവള് ചോദിക്കാനും അഹങ്കാരിയായി, അങ്ങനെയൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞപ്പോ ഇവൾക്ക് ചെറിയ ചെക്കനെ കിട്ടിയപ്പോ ഇവളിപ്പോ കൂടുതൽ ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. എനിക്ക് തോന്നുന്നില്ല. ഷാജിദയ്ക്ക് കൂടുതലും ഈ ഒരു നെഗറ്റീവ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഷാജിദ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഷാജിദ ഏതെങ്കിലും ചെക്കനെ കല്യാണം കഴിക്കാൻ പോയത് കൊണ്ടുള്ള അതൊന്നുമല്ല സംഭവം. ഷാജിദയ്ക്ക് നെഗറ്റീവ് വരാൻ കാരണം ഷാജിദ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്തവരെ തന്നെ ഇങ്ങനെ കുറ്റം പറയുക, അതേപോലെ തന്നെ ഈ എല്ലാവരോടും ഒരു വൈരാഗ്യ ബുദ്ധി, അങ്ങനത്തെ ഒരു രീതിക്കൊക്കെയാണ് അവരുടെ ഓരോ വീഡിയോ കാണുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ അഹങ്കാരം മാത്രമല്ല, ആ ഒരു ഇങ്ങനെ ആരും ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്ത, അങ്ങനത്തെ കാര്യമൊക്കെയാണ് ഇവരുടെ വീഡിയോനകത്ത് മെയിൻ ആയിട്ട് തോന്നി. പിന്നെ ഈ ഇപ്പൊ ഓരോരുത്തരുടെ ഫോട്ടോ എടുത്ത് കാണിക്കുക വീഡിയോനകത്ത്. ഇപ്പൊ ജസ്ന എന്ന് പറഞ്ഞ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ഇവരും അവരായിട്ട് എന്തോ അവിഹിതം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിക്ക് സംസാരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില കളഞ്ഞിട്ടുള്ളത്. ഈ ഷാജിദേനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില കളഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ആരും അല്ല. നിങ്ങൾ വേറെ ആരും പറഞ്ഞാലും അതിന് അത്രയും എഫക്ട് ഉണ്ടാവില്ല. നിങ്ങൾ പറയുമ്പോഴാണ് അതിന് ഇത്രയും ഇത്. ആദ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കുറ്റം പറയിപ്പിക്കുന്നത്. അപ്പൊ അത് എല്ലാം നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലാണ്ട് വേറെ ആർക്കും ഇതിനകത്ത് ഒരു ഇതും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇത്രയാണ് ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് പറയാനുള്ളത്. അപ്പൊ ഷാജിദയുടെ ഇപ്പൊ എന്തായാലും അവിടെ കേസൊക്കെ നടന്നിട്ടിരിക്കുന്നുണ്ട്, ജസ്റ്റിന് കൊണ്ടേ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നടക്കട്ടെ. അപ്പൊ അതിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള അധികം. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോ കണ്ടിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്